ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ലഗേജൊക്കെ കിട്ടി നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ റോഡ് മുറിഞ്ഞ് കിടന്ന നമ്മളെന്താ കാണുന്നത് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഈ ഭൂമിയിൽ ഇത്രയ്ക്കൊക്കെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ എന്നാ ചിന്തിച്ചു പോയി. എത്ര മനോഹരമാണെന്നറിയോ പടച്ച റബ്ബ് ഓരോ സ്ഥലങ്ങളും സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത്. ഇതൊന്നും കാണാതെ നമ്മൾ എന്ത് കാര്യം, ഇതൊക്കെ നമ്മൾ എന്തായാലും കാണണം. അത്രയ്ക്ക് ഭംഗിയുണ്ട്. ആ വെള്ളം നോക്ക്, എന്തൊരു രസമാണ് കാണാൻ. ഭയങ്കര എന്താ പറയുക ഹാപ്പിനെസ്, അതേപോലെ എക്സൈറ്റ്മെൻറ്റ് കൂടി. കാരണം ഇനി എന്താ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നമ്മൾ കാണുന്ന ഇതാ. ഫൈനലി നമ്മളെ ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാഫുഷ് ഐലൻഡിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മളെ സ്റ്റേ വരുന്നത്. ഭയങ്കര എക്സൈറ്റഡാണ്. 1 മണിക്കൂറത്തെ യാത്രയുണ്ട് നമുക്ക് ഈ മാലി ഐലൻഡിൽ നിന്ന് മാഫുഷ് ഐലൻഡിലേക്ക്. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന പാലം നമ്മൾ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മളെ പിക്ക് ചെയ്യാനുള്ള ആളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നമ്മളെ ഹോട്ടലിൽ പോയി. അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ നമ്മളെ റൂമിൽ പോയിട്ടാണ്. അപ്പോൾ നമ്മളെ റൂം നല്ല ഹണിമൂൺ വൈബിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തൊക്കെ ഒന്ന് ചുറ്റി അടിക്കാമെന്ന് കരുതി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴേക്കും നമുക്ക് ഇന്നൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഫിഷിങ്ങാണ് ഇന്നത്തെ നമ്മളെ ആക്ടിവിറ്റി. ഈവനിങ്ങിലാണ് നമ്മൾ ബോട്ട് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ടുള്ള സ്ഥലത്തെത്തി. അവിടെ നമ്മൾ ഗൈഡും ടീമൊക്കെ സെറ്റായിരുന്നു. നമ്മൾ കൂടെ ചൈനീസിലെ കുറച്ച് ആൾക്കാരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു 3 ടീമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഫിഷിങ്ങിന് വേണ്ടി പോവുകയാണ്. ഇയാൾ നമുക്ക് ഫിഷിങ്ങിനുള്ള എന്താ പറയുക മീൻ കൊടുക്കാനുള്ള ഏര റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫിഷിങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഗൈഡ് ഫിഷിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. പറഞ്ഞൊന്നും കേൾക്കാതെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ചൂണ്ടയിട്ടതാന്ന് പറഞ്ഞ് ഇവിടെ ഒരാൾ കടലിലും അല്ലാതെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. മണിക്കൂറോളം പ്രയത്നിച്ചെന്നല്ലാതെ മീനിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടൊരു മീനിനെ കിട്ടി. അങ്ങനെ പിന്നെ എല്ലാവർക്കും കൂടി 4 മീനിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ മാഫുഷിക്കന്നെ തിരിച്ചു. പിന്നെ നമ്മൾ പിടിച്ച മീൻ വെച്ചിട്ടുള്ള ഡിന്നറാണ് ഉണ്ടാവുകയെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഡിന്നറിന് ചെന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്നാ മീനിനെ. അങ്ങനെ ഒരു മീനായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കതൊന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാമെന്ന് കരുതിയിട്ട് അവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയത്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെയുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായപ്പോൾ എന്ത് വേണമെന്ന് കൺഫ്യൂഷനായി. അങ്ങനെ അവസാനം ഞങ്ങൾ കിറ്റ്കാറ്റിൻ്റെ കോൺ ഐസ്ക്രീമിൽ നിർത്തി. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ഈ കാഴ്ച കാണുന്നത് ഭയങ്കര ഭംഗിയുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള പെയിൻറ്റിങ്സ്, മാൽദീവ്സിൻ്റെ ഓരോ ഏരിയാസൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പിന്നെ ഇങ്ങനെ ഡെക്കറേഷൻസ്, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ്, അതുപോലെ ബർത്ത്ഡേ, അങ്ങനെ ഒരുപാട് സെലിബ്രേഷൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത ഓരോ ഏരിയാസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അവിടെ DJ പാർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ആ സൗണ്ടൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇടുന്നതുകൊണ്ട്. പൊളി വൈബ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ DJ പാർട്ടിയൊക്കെ കണ്ടിട്ടുണ്ട് കോളേജിലൊക്കെ എന്നല്ലാതെ ഇങ്ങനത്തെ ടൈപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.